കോഴിക്കോട് സൗത്തിൽ ഇത്തവണയും LDF മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ വികസനം പ്രചരണായുധമാക്കും. വോട്ടർമാർ LDFനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പേരാമ്പ്ര UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയുടെ വിഷയം കഴിഞ്ഞതാണെന്നും അഹമ്മദ് ദേവർകോവിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ തിരക്കിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് സൗത്തിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലാണ്. പ്രചരണമൊക്കെ ഏത് ഘട്ടത്തിലാണ്, എങ്ങനെയാണ് റെസ്പോൺസ് വരുന്നത്? പ്രചരണം നല്ല രീതിയിൽ തന്നെ നേരത്തെ തന്നെ ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട അന്ന് തന്നെ റോഡ് ഷോ നടത്തി. അന്ന് രാത്രി തന്നെ പോസ്റ്ററുകൾ ഒട്ടിച്ചു. ആദ്യമായി നോമിനേഷൻ നൽകി. ഇപ്പം ഞങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും ഇവിടുന്ന് വിജയിച്ച് കയറാം എന്നതിനല്ലേ? ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സാഹചര്യമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് തന്നെ ജയിച്ചു വരാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. നമുക്കിപ്പോൾ എടുത്തു പറയാൻ നിൽക്കുന്ന വികസനങ്ങൾ ഏതൊക്കെയായിരുന്നു ഈ സൗത്ത് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്? സൗത്ത് മണ്ഡലത്തിലെ ഏറ്റവും ലേറ്റസ്റ്റായി ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ പുതിയ ഭാരത വലിയ പാലമാണ്. നീണ്ട 50 വർഷക്കാലത്തെ ജനങ്ങളുടെ സ്വപ്നമായിരുന്നു അത്. മാറി മാറി MLA-മാരും MP-മാരും ഒക്കെ വന്നെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കാൻ അവർക്കാർക്കും കഴിയാതെ പോയി. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ കൊടുത്ത ഉറപ്പായിരുന്നു, എൻ്റെ കാലാവധിക്കുള്ളിൽ ഞാനത് പൂർത്തീകരിക്കും. 60 കോടി രൂപ ചെലവിലാണ് പാലം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ പോകുന്നത് എരപത്തുകുന്ന് ടൂറിസം പദ്ധതിയാണ്. ആ എരപത്തുകുന്നിൽ സ്മൃതിവനം എന്നാണ് അതിൻ്റെ പേരിപ്പോൾ. അവിടെ 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ലഭ്യമായ ഫണ്ടിൽ അനുവദിച്ച് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാമുണ്ടി വളപ്പിൽ പാലത്തിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ പഴയ ഓഫീസ് അത് പുരാവസ്തു വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് 1 കോടി രൂപ അതിന് അനുവദിച്ച് അതിൻ്റെ പ്രാചീനതയും കോഴിക്കോടിൻ്റെ പാരമ്പര്യവുമൊക്കെ നിലനിർത്തുന്ന തരത്തിൽ അതൊരു മ്യൂസിയമാക്കി മാറ്റണമെന്ന ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ നവീകരണങ്ങൾ പൂർത്തീകരിച്ച് കോർപ്പറേഷനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന മുഖദാറിൽ ഒരു ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ 1-ാം ഘട്ടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് പൂർത്തിയായി കഴിഞ്ഞാൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഏറെ അനുഗ്രഹമാകും. അവർക്ക് മത്സ്യം പിടിച്ച് ഏത് കാലാവസ്ഥയിലും സുഖകരമായി വരാനും അത് സൂക്ഷിക്കാനും അത് വിപണനം നടത്താനും വലകൾ കെട്ടാനും വലകൾ സൂക്ഷിക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളോടെയാണ് അത് ഒരുങ്ങി വരുന്നത്. കഴിഞ്ഞ ദിവസം ഫാത്തിമ തഹ്ലിയനെ പറ്റിയും വെൽഫെയർ പാർട്ടിയെ പറ്റി താങ്കളുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പഴയ കാര്യങ്ങൾ അപ്പം കഴിഞ്ഞു. റിപ്പീറ്റേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്രാവശ്യം ഭൂരിപക്ഷത്തിനെ പറ്റിയിട്ട് എന്താ പറയണ്ട? ഭൂരിപക്ഷം 20,000 വോട്ടിന് ഭൂരിപക്ഷം, ഒരു സംശയം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ കോഴിക്കോട് സൗത്തിൽ നിന്ന് വിജയിച്ചു കയറുമെന്നാണ് നമ്മളെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.